സുന്ദരിയായ നീലി ഭഗവതിയെ കാണാൻ പോയാലോ? നമ്മുടെ നീലിയാകോട്ടത്തമ്മയെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കടുത്തുള്ള നീലിയാറുകോട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളില്ലാതെയും അതായത് കല്യാണത്തിനൊക്കെ തടസ്സങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് അത് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാനായിക്കോട്ടെ, കല്യാണം നടക്കാനായിക്കോട്ടെ, ആ തടസ്സങ്ങളൊക്കെ മാറുന്നുള്ളത് അത്രയും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ കാര്യം നടന്നിട്ടുള്ള ഒത്തിരി ഭക്തർ ഇവിടെ വന്നിട്ട് നമ്മൾ നീലേർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുണ്ട് കേട്ടോ. അപ്പോൾ ദൂരത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ നമ്മൾ മാങ്ങാട്ടുപറമ്പ നീലിയാർകോട്ടത്ത് വന്നിട്ട് നീലി ഭഗവതിയെ പ്രാർത്ഥിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടാവും, അത് 100% ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെ മാങ്ങാട്ടുപറമ്പത്ത് ആണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ തെയ്യം കെട്ടിയിടുന്നത്. 19 ഏക്കറിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അത് മാത്രമല്ല കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ 6 മണിക്കാണ് കേട്ടോ തെയ്യം നമ്മുടെ നീലി ഭഗവതി ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് നമ്മൾ ഈ ഒരു കോലം കെട്ടുക. ഒറ്റച്ചെണ്ടും ചെറിയ കുറച്ച് വാദ്യങ്ങളും മാത്രമേ ഉണ്ടാവുമെങ്കിലും കാണാൻ നമുക്ക് കണ്ണിന് കുളിർമ തരുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ സാധാരണയായിട്ട് വടക്കൻ കേരളത്തിൽ നമ്മൾ തുലാമാസിൽ തുടങ്ങുന്ന തെയ്യം എടവപ്പാതി, അതായത് വളപട്ടണം കളരിവാതിക്കൽ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ഭഗവതിയുടെ തിരുമുടി ഉയർന്നു നടന്നാൽ ചടങ്ങെല്ലാം അവസാനിക്കും. എന്നാൽ വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യം കൂടെയാണ് നമ്മളെ നീലാർ ഭഗവതി തെയ്യം. അതുപോലെ പിന്നെ കർക്കിടക മാസത്തിൽ 2 മുതൽ 16 വരെ മാങ്ങാട്ട് നീലാർ ഭഗവതി കോട്ടത്ത് ആരുടെ സ്ഥലമായ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലായിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് തെയ്യം ഉണ്ടാവില്ല. പിന്നെ ആ സമയത്ത് മാത്രം ഈ തെയ്യം കെട്ടിയടിക്കില്ല. ബാക്കി എല്ലാ സംക്രമത്തിനും നമ്മുടെ കുടുംബക്കാവായിട്ടും മറ്റ് ദിവസങ്ങളിൽ ഭക്തരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ചെല്ലാം നമുക്കിവിടെ തെയ്യം കെട്ടിയാടും. കൂടുതലായിട്ട് നമ്മളെ സന്താന സൗഭാഗ്യത്തിനും അതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിനും ഒരുപാട് ദൂരം നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലത്ത് വരണം തെയ്യം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ എങ്ങനെയാണ് വരേണ്ടതെന്നുള്ള റൂട്ടും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കണ്ണൂർ അറിയാമല്ലോ, നമുക്ക് ഒരുപാട് തെയ്യങ്ങളും കാവുകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ വലിയൊരു പ്രത്യേകതയുള്ളൊരു കാവ് കൂടിയാണ് കേട്ടോ ഈ നീലാർകോട്ടം എന്നുള്ളത്. കണ്ട ഇത്രയും വലിയൊരു മുടിയൊക്കെ വെച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള നീലി ഭഗവതി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായെങ്കിലും കണ്ണൂർ വരുന്നവർ ഒരു തവണയെങ്കിലും നീലാർകോട്ടത്ത് വരിക, എന്നിട്ട് നമ്മുടെ ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നരിമടിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ കാവിനകത്ത് കാണാനുണ്ട് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, വൈകുന്നേരം 6 മണിക്കാണ് കേട്ടോ, ആ സൂര്യാസ്തമയ സമയത്താണ് തമ്പുരാട്ടി എഴുന്നള്ളുന്നത്. അപ്പം എല്ലാവരും അടുത്ത വീഡിയോയിൽ